Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് ലാറാവൽ എന്ന് പറയുന്ന ഒരു വെബ് ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആക്ച്വൽ കോഡിംഗ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ മുതലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ലാറാവൽ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് എന്താണെന്നും അതിൻ്റെ ചില ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വൈ ലാറാവൽ, നമ്മൾ ലാറാവൽ എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലാറാവൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വെബ് ഫ്രെയിംവർക്കാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഇൻ്റർനെറ്റിൽ ബാക്ക് എൻഡ് ഫ്രെയിംവർക്ക്സ്, ലാറാവൽ ആക്ച്വലി ഒരു ബാക്ക് എൻഡ് വെബ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ ബാക്ക് എൻഡ് ഫ്രെയിംവർക്ക്സിൽ നമ്മളൊരു ടോപ്പ് 5 ഫ്രെയിംവർക്ക്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എപ്പോഴും ആ ഒരു ടോപ്പ് 5 ഏതെങ്കിലും ഒരു പൊസിഷനിൽ എപ്പോഴും ലാറാവൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് കോൺസ്റ്റൻ്റ്ലി ഉണ്ട്. അപ്പോൾ അതാണ് ലാറാവലിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ PHP എന്ന് പറയുന്ന ലാംഗ്വേജിലുള്ള ഒരു ഫ്രെയിംവർക്കാണ് ആക്ച്വലി ലാറാവൽ. അപ്പോൾ ലാറാവൽ PHPയിൽ അറ്റ് പ്രസൻറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രെയിംവർക്കാണ് ലാറാവൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ടെക്നോളജി പഠിക്കുന്ന സമയത്ത് ആ ഒരു ടെക്നോളജി നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി നോക്കുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ വേക്കൻസീസിൻ്റെ എണ്ണമൊക്കെ എപ്പോഴും നോക്കണം. കാരണം ജസ്റ്റ് ഒരു ടെക്നോളജി നമുക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാക്ടിക്കലി പ്രത്യേകിച്ച് കാര്യമില്ല. എസ്പെഷ്യലി നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആസ് എ ഫ്രഷർ ജോലി കിട്ടാനായിട്ട് ഇൻ കേരള ഒക്കെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ലാറാവലാണ്. കാരണം ലാറാവലിലാണ് വെബ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് കേരളത്തിൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ടെക്നോളജിയിൽ വേക്കൻസി ഇല്ല എന്നല്ല, പക്ഷേ നമ്മൾ പണ്ട് മുതലേ ഇവിടെ PHP ആണ് ഏറ്റവും കൂടുതലായിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PHPയിലെ ഫ്രെയിംവർക്ക് ലാറാവൽ ആയതുകൊണ്ട് തന്നെ ലാറാവൽ എന്ന് പറയുന്നത് ഒരു PHPയിലെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാറാവലിലായിരിക്കും ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസീസ് അറ്റ് പ്രസൻറ്റ് കേരളത്തിൽ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ലാറാവലാണ് നമ്മൾ ജിറ്റ്ഹബിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് ലാറാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ലാറാവലിൽ ആണ് ആക്ച്വലി ബാക്ക് എൻഡ് ഫ്രെയിംവർക്ക്സിൽ ജിറ്റ്ഹബിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. ബാക്ക് എൻഡ് ഫ്രെയിംവർക്ക്സിൽ ജിറ്റ്ഹബിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ലാറാവലാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെയുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലാറാവൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒരു അടുത്ത വീഡിയോയിലായിരിക്കും കാണിച്ചു തരുന്നത്. പക്ഷേ ലാറാവൽ ഫ്രെയിംവർക്കിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ മറ്റു പല PHPയിലേക്കുള്ള ഫ്രെയിംവർക്കായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ വളരെ ഇൻഡെപ്തായിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനാണ് ആ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊരു ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ എണ്ണവും അല്ലെങ്കിൽ ആ ഉള്ള റിസോഴ്സസിൻ്റെ ക്വാളിറ്റിയും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ നല്ല ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലാറാവൽ തന്നെ ഒഫീഷ്യലായിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽ ലാറാകാസ്റ്റ് എന്നൊക്കെ പറയുന്ന ട്യൂട്ടോറിയൽസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാറാവലിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. നമുക്ക് എത്ര ലെവലിലേക്ക് വേണമെങ്കിലും ലാറാവൽ സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലാറാവലിൽ തന്നെ വേപ്പർ എന്നൊക്കെ പറയുന്ന പല ടൂൾസും ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒഫീഷ്യലി സപ്പോർട്ടഡ് ടൂളാണത്. അപ്പോൾ ആമസോണിൽ അല്ലെങ്കിൽ AWS സെർവറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ടൂള് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും ലാറാവലിൽ ഈസി ആയിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഫ്രെയിംവർക്കാണ്. അതായത് ലാറാവൽ ഓപ്പൺ സോഴ്സ് ആണ്. ജിറ്റ്ഹബിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ലാറാവലിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡിൽ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉള്ള ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ബഗ്സൊക്കെ വളരെ എളുപ്പം തന്നെ ആൾക്കാർ ഫിക്സ് ചെയ്യുന്നതാണ്. കാരണം ഒരു ക്ലോസ്ഡ് സോഴ്സിൽ വർക്ക് ചെയ്യുന്ന പോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരല്ല അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലാറാവൽ ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ ലാറാവൽ എന്തുകൊണ്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാറാവലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്, ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്.
അപ്പോൾ ഇത് നമ്മൾ ഇൻഡെപ്തായിട്ട് ഓരോ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് നോക്കും. പക്ഷേ ഇതൊരു ഓവറോളായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് എഞ്ചിനാണ്. അപ്പോൾ ലാറവലിൽ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ബ്ലേഡ് ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ടെംപ്ലേറ്റ് എഞ്ചിൻ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ജനറലി നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കോഡിങ് അല്ലെങ്കിൽ വെബൊക്കെ PHPയിൽ ചെയ്തിരുന്നത് ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യാതെയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഫോം ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ SQL ആയിട്ട് കോഡ് ഡീൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വ്യൂവിൽ അല്ലെങ്കിൽ HTML പാർട്ടിൽ വരുന്ന ഒരുപാട് ഡാറ്റ സബ്മിറ്റ് വരുമ്പോൾ കുറേ സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാം നമ്മൾ മാനുവലി നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കോഡ് എഴുതാനായിട്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ആക്ച്വലി പറയുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വേറെ സിൻടാക്സ് ആണ്. PHPയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു സിൻടാക്സ് ആണ് നമ്മൾ ഈ HTML സൈഡിൽ ലാറവലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് അതൊരു ബ്ലേഡ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ബേസിക്കലി ഇങ്ങനത്തെ സെക്യൂരിറ്റി കൺസേൺസും എല്ലാം പ്രോപ്പറായിട്ട് ഈ ഒരു ഫ്രെയിം വർക്ക് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് സെക്യൂർ ആയിട്ടുള്ള ആയിരിക്കും കാര്യങ്ങളൊക്കെ ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നതും സേവ് ആവുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇൻബിൽട്ടായിട്ട് PHPയിൽ ഇല്ലാത്ത കുറച്ച് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനും നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഈ ഒരു ടെംപ്ലേറ്റിംഗ് എഞ്ചിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലേഡ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് എഞ്ചിൻ മാത്രമല്ല, നമുക്ക് പല ലാംഗ്വേജസിലും അല്ലെങ്കിൽ പല ഫ്രെയിം വർക്കിലും പല ടെംപ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൈത്തണിലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജിഞ്ച എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ PHPയിലെ സിംഫണി എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൽ ട്വിഗ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലാറവലിൻ്റെ ടെംപ്ലേറ്റാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ അടുത്ത ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് MVC ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലേ പ്രൊജക്ട്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കോഡിംഗ് പാറ്റേൺ ആണ് MVC എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൽ M എന്ന് പറയുന്നത് മോഡലിനും, V എന്ന് പറയുന്നത് വ്യൂവും, C എന്ന് പറയുന്നത് കൺട്രോളറും ആണ്. അപ്പോൾ ഇതിൽ ഈ മോഡൽ എന്ന് പറയുന്നത് ബേസിക്കലി ഡാറ്റാബേസ് ലെവൽ കാര്യങ്ങൾ ഒക്കെ എടുക്കുന്നതും അല്ലെങ്കിൽ ബിസിനസ് ലോജിക്കൊക്കെ നോക്കുന്നത് ആ മോഡൽ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഈ മോഡൽ എന്ന് പറയുന്നത് PHPയിൽ നമ്മൾ പറയുകയാണെങ്കിൽ PHPയിലെ ഒരു ക്ലാസ്സാണ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ കൺട്രോളർ എന്ന് പറയുന്നത് റിക്വസ്റ്റ്, നമ്മളൊരു യൂസർ ബ്രൗസറിൽ ഒരു URL ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു റിക്വസ്റ്റ് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യുന്നത് ആക്ച്വലി കൺട്രോളറാണ്. അപ്പോൾ കൺട്രോളറാണ് ശരിക്കും മോഡലിൽ നിന്ന് ഈ ഡാറ്റയൊക്കെ എടുത്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റ കാണിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ഡാറ്റ ലോഡ് ആവുന്നത് വ്യൂവിലാണ്. വ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി വെബിൽ നമ്മൾ പറയുകയാണെങ്കിൽ വ്യൂ എന്ന് പറയുന്നത് HTML ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ കോഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ MVC പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ലാറവൽ മാത്രമല്ല മറ്റു പല ഫ്രെയിംവർക്കും MVC ആർക്കിടെക്ചറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ORM ആണ്. അപ്പോൾ ലാറവലിൽ യൂസ് ചെയ്തിരിക്കുന്ന ORM എന്ന് പറയുന്നത് എലിക്വൻ്റ് ORM ആണ്. അപ്പോൾ ORM എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബേസിക്കലി നമ്മളൊരു കോർ PHPയിലൊക്കെ ഡാറ്റാബേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്വറീസ്, അതായത് SQL ക്വറീസൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ കോഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ORM എന്ന് പറയുന്നത് ഫ്രെയിം വർക്കിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വറീസ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഡാറ്റാബേസിലെ എല്ലാ ഓപ്പറേഷൻസും, അതായത് ഡാറ്റ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഈ ORM യൂസ് ചെയ്തിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് മാനുവലി ക്വറി എഴുതണമെങ്കിൽ അത് പ്ലെയിൻ ആയിട്ടുള്ള ക്വറി എഴുതാനുള്ള ഫീച്ചറും ORM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കോർ PHPയിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹാക്കിങ്ങിന് വരാറുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ആ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ അങ്ങനത്തെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഇൻബിൽട്ടായിട്ട് തന്നെ കുറേ ഫീച്ചേഴ്സ് ലാറവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോർ PHPയിൽ എഴുതുന്ന കോഡിനേക്കാളും എപ്പോഴും സെക്യൂർ ആയിട്ടുള്ള കോഡ് ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ബിൽഡ് ചെയ്യുന്ന ഒരു കോഡിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടീഷ്യനാണ്. ഈ ആർട്ടീഷ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി ലാറവലിൻ്റെ കമാൻഡ് ലൈൻ ടൂളിനെയാണ് നമ്മൾ ആർട്ടീഷ്യൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് ലാറവൽ ഒരു ബേസിക്കലി ഒരു മോണോലിത്തിക് ഫ്രെയിം വർക്കാണ്. അപ്പോൾ മോണോലിത്തിക് ആയിട്ടുള്ള ഇത്ര ഒരു വലിയൊരു ഫ്രെയിം വർക്കിൽ പല കാര്യങ്ങൾ നമ്മൾ മാനുവലി ചെയ്യുന്ന ആ ഒരു ടാസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചില കമാൻഡ്സിലൂടെ പലതും പല ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ആർട്ടിഷ്യൻ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് സാധിക്കും. അതുപോലെ ഡാറ്റാബേസ് മൈഗ്രേഷൻ ചെയ്യാനും അല്ലെങ്കിൽ അസെറ്റ്സ് ജാവാ സ്ക്രിപ്റ്റ്സ് ഒക്കെ കമ്പൈൽ ചെയ്യാനും ഒക്കെ ഈ ആർട്ടിഷ്യനിലെ ഓരോരോ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഡാറ്റാബേസിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാറവലിൻ്റെ കമാൻഡ് ലൈൻ ടൂളാണ് ആർട്ടിഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ലൈബ്രറീസ് ആൻഡ് മോഡ്യൂളറാണ്. അതായത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം കോമൺലി യൂസ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും നമുക്ക് ലൈബ്രറീസ് ആയിട്ട് ഒരു ലാറവൽ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഓതൻറ്റിക്കേഷൻ സിസ്റ്റം വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓതൻറ്റിക്കേഷൻ്റെ മൊഡ്യൂൾ ലാറവലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രെയിം വർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ ആ ഒരു ഫീച്ചർ പിന്നെ എനേബിൾഡ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒരുപാട് കോഡിംഗ് ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഡാറ്റാബേസ് മൈഗ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റാബേസ് മൈഗ്രേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ കോഡ് ചെയ്തിരുന്ന സമയത്ത് കോർ PHP ആണെങ്കിൽ ഡാറ്റാബേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടേബിളിൽ കോളം ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ ഡാറ്റാബേസ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം മാനുവലി ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കുറച്ച് കമാൻഡ്സ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് ശരിക്കും ഈ ഒരു മൈഗ്രേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഡാറ്റാബേസിൽ മാനുവലി ഒരു ചേഞ്ചും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ലാറവലിലെ കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ടേബിൾ കോളംസ് ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡാറ്റാബേസ് മൈഗ്രേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അൺഡു ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ആ ടേബിൾ നമുക്ക് പിന്നീട് വേണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും ഈ ഒരു ഡാറ്റാബേസ് മൈഗ്രേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു ഫീച്ചറാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. കാരണം നമ്മളൊരു റിയൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മാനുവൽ ടെസ്റ്റിങ്ങിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് കോഡ് എഴുതിയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ലാറവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓവറോൾ പഴയപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ടൊക്കെ യൂണിറ്റ് ടെസ്റ്റിംഗ് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രീറിക്വസ്റ്റ് ഓഫ് ലേണിംഗ് ലാറവൽ. ഇത് ലാറവൽ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഗുഡ് നോളജ് ഓഫ് PHP. അപ്പോൾ PHP അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിഞ്ഞിട്ട് മാത്രമേ ലാറവൽ പഠിക്കാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലാറവൽ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത് PHP എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ലാറവൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഹൈ ലെവൽ ഓഫ് കോഡാണ് ലാറവലിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കോഡിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് PHP നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഫ്രഷേഴ്സായിട്ട് വരുന്ന പല സ്റ്റുഡൻസിനും ഉള്ള അല്ലെങ്കിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് ഈ ലാംഗ്വേജോ അല്ലെങ്കിൽ ഡാറ്റാബേസ് കാര്യങ്ങളൊന്നും പഠിക്കാതെ ഡയറക്റ്റ്ലി കയറി ഫ്രെയിം വർക്ക് പഠിക്കാനായിട്ട് നോക്കും. അപ്പോൾ അവർക്കത് കോൺഫിഡൻ്റ് ആയിട്ട് അതിൽ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വർക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല. ഇത് ജസ്റ്റ് ലാറവലിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏതൊരു ഫ്രെയിം വർക്ക് ഏത് ലാംഗ്വേജിൽ പഠിക്കാൻ ശ്രമിച്ചാലും ആദ്യം ആ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രമേ ഫ്രെയിം വർക്ക് കാര്യങ്ങൾ നോക്കാവൂ. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു SQL നോളജ്. കാരണം നമ്മൾ കൂടുതലും SQL ടൈപ്പ് MySQL അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രെസ്ലോ അങ്ങനത്തെ ഡാറ്റാബേസ് ആയിരിക്കും കൂടുതലും ലാറവലിൽ കൂടെ യൂസ് ചെയ്യുക. ഇപ്പോൾ ലാറവലിൽ അത് മാത്രമല്ല NoSQL ടൈപ്പ് ഡാറ്റാബേസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യമുള്ള ഒരു SQL നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ലാറവലിലെ ഈ ORM യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് SQL ക്വറീസ് എഴുതണ്ടെങ്കിലും ആക്ച്വലി അതിൽ ഓരോ ഫങ്ഷൻസും കാര്യങ്ങളും വിളിക്കുന്ന സമയത്തൊക്കെ ഒരു SQL ക്വറി തന്നെയാണ് അവിടെ ബാക്ക് എൻഡിൽ
എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉള്ള ആൾക്ക് മാത്രമേ ഒരു റിയൽ സിറ്റുവേഷനിൽ എന്ത് കാര്യം യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രം, കാരണം SQL മര്യാദയ്ക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ORM ഒക്കെ എഫക്റ്റീവായിട്ട് ഏതൊരു മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ ഡെവലപ്പായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ SQL നന്നായിട്ട് അറിയാവുന്നുള്ളതും ഈ ഒരു ഫ്രെയിംവർക്ക് പഠിക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് നോളജ് ഓഫ് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഇൻഡെപ്ത് നോളജ് അല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കമാൻഡ് ലൈൻ ടൂൾസോ ലിനക്സൊക്കെ അറിഞ്ഞിരിക്കുന്നതും ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ കമാൻഡ്സ് അടിക്കുന്നതൊക്കെ ഒരു ടെർമിനൽ വിൻഡോയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ടെർമിനലിലെ അല്ലെങ്കിൽ കമാൻഡ് ലൈനിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ലിനക്സ് അറിഞ്ഞിരിക്കുന്നത് ഈ വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ എപ്പോഴും വളരെ നല്ല കാര്യമാണ്. കാരണം PHPയുടെ ഒക്കെ എപ്പോഴും ഒരു സെർവർ സൈഡ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ചെയ്യുന്ന സെർവർ മോസ്റ്റ് ഓഫ് ദ ടൈം ലിനക്സ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ലിനക്സിൻ്റെ കമാൻഡ് ലൈൻ ടൂൾസൊക്കെ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഓപ്ഷൻസൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നിങ്ങളിവിടെ കമ്പനീസിൽ ജോലിക്ക് കയറിയാലും കമ്പനീസിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഉബുണ്ടു ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജിറ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വേർഷൻ കൺട്രോൾ സിസ്റ്റമായിട്ടുള്ള ജിറ്റ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഒരു കമ്പനിയിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പ്രോപ്പറായിട്ടൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളൊരു പ്രീറിക്വസ്റ്റ്. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതിൽ പല കാര്യങ്ങളുടെയും വീഡിയോ സീരീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് സെക്ഷനിൽ നമ്മൾ ആ ഒരു ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അറിയില്ലാത്തതുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വാട്ട് വി ഓഫർ, നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ബേസിക്കലി ഒരു ഓൺലൈൻ കോഴ്സസാണ് വെബ് ഡെവലപ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാറവൽ ഡെവലപ്മെൻറ്റ് കോഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലി നിങ്ങൾക്കൊരു ആസ് എ ഫ്രഷർ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ ഏത് ലെവലിൽ പഠിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ റിയലായിട്ടുള്ള ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റ്, മിനി പ്രൊജക്റ്റ് നമ്മൾ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തവർക്ക് നമ്മളിവിടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കൊടുക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ലാറവലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്ന ടോപ്പിക്സ്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ ലാറവലിൻ്റെ ഇൻസ്റ്റലേഷനും ബാക്കി കാര്യങ്ങളും നോക്കുന്നതായിരിക്കും.